ഞാൻ ശരിക്കും കരച്ചിലായിരുന്നു. ലാസ്റ്റ് സീനൊക്കെ ഇപ്പോൾ ഭയങ്കര എനിക്ക് ലാസ്റ്റ് സീൻ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങിയത്. തിയേറ്ററിൽ കാണാൻ OTT കണ്ടാലും കുഴപ്പമില്ല. ക്ലീശയായിട്ട് തോന്നി, കുറേ കാര്യങ്ങൾ ക്ലീശയായിട്ട് തോന്നി, പക്ഷെ കുഴപ്പമില്ല. പടം കൊള്ളാം, ആളില്ലെന്നേ ഉള്ളൂ. ലവിൻ്റെ കാര്യമാണ്, A ക്ലാസ് സിനിമ, പ്രണയമാണ്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാൻ ആക്ച്വലി നേരെ കാണാൻ വേണ്ടി വന്നതാണ്, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം മനസ്സിലായി ഇത് മാറി കയറുക. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ അതർവൈസ് ഐ ഡോ മിസ്ഡ് എ ഗുഡ് ഫിലിം. യാഥാർത്ഥ്യമായിട്ട് കണ്ടതാണ്, പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല സീൻസാണ്. പേര് പോലെ എനിക്ക് അറിയില്ല, പക്ഷെ നല്ല അടിപൊളി ആക്ടിങ്ങുമാണ്, വളരെ ടച്ചിങ്. എനിക്ക് ലാസ്റ്റ് സീൻ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങിയത്. വളരെ ഹോണ്ടിങ് ആണ്, എനിക്ക് കണ്ണു പറഞ്ഞു. വൺ ടൈം വാച്ചുകൾ നല്ലൊരു ഫാമിലി എൻ്റർടൈനർ മൂവിയായിരുന്നു. നമ്മുടെ ലൈഫ് സ്റ്റേജസ്, ഒരു ലൈഫിൻ്റെ ഓരോ സ്റ്റേജസ് ആണ് ഒരു എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. 7 സ്റ്റേജസ് മറ്റോ ഉണ്ടായിരുന്നു എൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ആഫ്റ്റർ ഡെത്ത് അങ്ങനത്തെ ഒരു സംഭവം, നല്ലൊരു വാച്ചുകൾ മൂവിയായിരുന്നു. കാണാം, നല്ല പടം. കൊള്ളായിരുന്നു പടം. സോങ്സ് എല്ലാം കൊള്ളാം, പിന്നെ നല്ല ഒരു കൺസെപ്റ്റ് കൊള്ളാം, പക്ഷെ കുറച്ച് ക്ലീശയായിട്ട് തോന്നി, കുറേ കാര്യങ്ങൾ ക്ലീശയായിട്ട് തോന്നി, പക്ഷെ കുഴപ്പമില്ല. വൺ ടൈം വാച്ചബിളാണ്. കുഴപ്പമില്ല പടം, കുഴപ്പമില്ല. റൊമാൻസ് ഉണ്ട് അതിനകത്ത്. നമുക്ക് ബോറടിപ്പിക്കുന്നില്ല. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ബെറ്ററാന്ന് തോന്നുന്നു ഫസ്റ്റ് ഹാഫിനെക്കാട്ടി. മെസ്സേജ് നമ്മൾ നോർമലി കണ്ടിട്ടുള്ള പ്രണയകഥകളൊക്കെ ഇതാണ്, പക്ഷെ നല്ല രീതിയിൽ അവർ എടുത്തിട്ടുണ്ട്. അവരുടെ ലവ് ആണ്, പക്ഷെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലുപരി അവർ ആ ഡയറക്ഷൻ കൊള്ളാം. മെസ്സേജ് പേരൻസിന് മെസ്സേജ് കൊടുക്കുന്നു, പക്ഷേ സാധനം കൊള്ളാം, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പടം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇത് തോന്നിയില്ല, പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ ഇഷ്ടപ്പെട്ടു എനിക്ക്. ലാസ്റ്റ് ക്ലൈമാക്സ് ഒരു 10 മിനിറ്റ് ഉണ്ട്, അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ലേഗ് തോന്നി, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഒരു വെറൈറ്റി ലവ് സ്റ്റോറി തന്നെയാണ്. അങ്ങനെയൊന്നുമല്ല ഇത് ഫുൾ മുസ്ലിം സ്റ്റോറി തന്നെയാണ്. രണ്ടുപേരും മുസ്ലിം തന്നെയാണ്. പിന്നെ ഇതിൽ സ്റ്റോറി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു 10 മിനിറ്റ് നന്നായിട്ടൊരു എൻഗേജിങ് പിടിച്ചെടുത്തുന്നുണ്ട്. കാരണം ഇമോഷണലാണ്, കോമഡി ഉണ്ട്. തിയേറ്ററിൽ കാണാൻ OTT കണ്ടാലും കുഴപ്പമില്ല. മെസ്സേജ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ലവ് സ്റ്റോറി, എത്രയേ ഉള്ളൂ. ഇല്ല, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. എല്ലാ തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്. സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ ഇതൊക്കെ വന്നത്. നമ്മൾ ലവ് സ്റ്റോറിയാണ്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതിൽ. ഫസ്റ്റ് ഹാഫിലൊക്കെ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ നേരെ തിരിഞ്ഞ് ഫുൾ ഇമോഷൻ കാര്യങ്ങളും. ശരിക്കും ഒരു ലവ് സ്റ്റോറി നമ്മൾ സാധാരണ പ്രേമം അതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ആൾക്കാർ തമ്മിലുള്ളൊരു റിലേഷനെ പറ്റി. ഞാൻ ശരിക്കും കരച്ചിലായിരുന്നു. ലാസ്റ്റ് സീനൊക്കെ ഇപ്പോൾ ഭയങ്കര, കാരണം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, പക്ഷെ എന്നാലും നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. ഇത് ഫ്രണ്ട്സിനിടയിൽ കോളേജ് ലൈഫിൽ ഉള്ള കോളേജ് യൂത്ത് അല്ലെങ്കിൽ ടീനേജേഴ്സ് അവർക്ക് കാണാൻ പറ്റിയ മൂവിയാണ്. ഫാമിലീസ് കണ്ടിരിക്കണം. ശരിക്കും ഇത് ഫാമിലി മൂവിയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഫാമിലി കാണണം.